ഏഷ്യാകപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ഒമാനെതിരായ അവസാന മത്സരത്തിൽ അനായാസ ജയം പ്രതീക്ഷിച്ചാണ് ഇന്ത്യ ഇറങ്ങിയത്. എന്നാൽ കളത്തിൽ കണ്ടത് ബാറ്റിംഗിലും ബൌളിംഗിലും ഇന്ത്യ വിറപ്പിക്കുന്ന അറേബ്യൻ സംഘത്തെയായിരുന്നു. രണ്ടാം ഓവറിൽ ശുഭ്മാൻ ഗില്ലിനെ വീഴ്ത്തിക്കൊണ്ടായിരുന്നു തുടക്കം. ഷാ ഫൈസലിന്റെ മികച്ചൊരു ഫുൾ ഡെലിവറിയിൽ ശുഭ്മാൻ ഗില്ലിന്റെ ഓഫ് സ്റ്റംപ് പറന്നു. അതൊരു തുടക്കമായിരുന്നു. പിന്നീട് ഓരോ ഘട്ടത്തിലും ഇന്ത്യൻ ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കുന്ന ഒമാൻ ബൌളർമാരെയാണ് കാണാൻ സാധിച്ചത്. അഭിഷേക് ശർമ്മയുടെ സഞ്ജു സാംസന്റെയും പ്രകടനത്തിന്റെ ബലത്തിലാണ് ഇന്ത്യ ഭേദപ്പെട്ട സ്കോറിലേക്ക് മുന്നേറിയത്. ഒരു ഘട്ടത്തിൽ 200 റൺസ് കടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചാമ്പ്യന്മാരെ 188 എന്ന സ്കോറിൽ ഒതുക്കാൻ ഒമാനായി. ബൌളിംഗിലെ അതേ പോരാട്ട വീര്യം ബാറ്റിംഗിലും തുടർന്ന ഒമാനെയാണ് പിന്നീട് കണ്ടത്. വെറുതെ അങ്ങ് തോറ്റുതരില്ലെന്ന് കൃത്യമായ സ്റ്റേറ്റ്മെന്റ്. പേരുകേട്ട ഇന്ത്യൻ പേസ് സ്പിൻ ബൌളിംഗ് നിരക്കെതിരെ അവരുടെ വലിയ ചെറുത്തുനിൽപ്പ്. 43-കാരനായ ഓൾറൗണ്ടർ ആമിർ കലീമിന്റെ പ്രകടനമാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. 44 പന്തിൽ നിന്ന് 64 റൺസാണ് കലീം അടിച്ചുകൂട്ടിയത്. ഇന്ത്യക്കെതിരെ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന ചരിത്രമാണ് കലീം സൃഷ്ടിച്ചത്. ഹമ്മദ് മിർസയുടെയും ആമിർ കലീമിന്റെയും അർദ്ധ സെഞ്ചുറി ബലത്തിൽ ഒമാൻ അവസാന ഓവർ വരെയും പൊരുതി നിന്നെങ്കിലും വിജയം ഇന്ത്യയുടെ ഒപ്പമായിരുന്നു. എന്നാൽ മത്സരത്തിന് പിന്നാലെ ഒമാൻ ടീമിന്റെ പോരാട്ട വീരത്തെ പ്രശംസിക്കാൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും സഞ്ജു സാംസണും തയ്യാറായി. ഇതൊരു തുടക്കം മാത്രമാണ്. ഒമാൻ ടീമിൽ നിന്ന് ഇനിയും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം.